ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഡുംഗർപൂരിൽ KO വർഗീസ് പാസ്റ്ററിനെ സന്ദർശിക്കുവാൻ കർത്താവ് സഹായിച്ചു. അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞങ്ങളുടെ സ്നേഹിതൻ പാസ്റ്റർ സന്തോഷ്. ഡുംഗർപൂരിൽ അദ്ദേഹം എത്തുമ്പോൾ വിരലിൽ എണ്ണാവുന്ന വിശ്വാസികൾ പോലും ആ ജില്ലയിൽ ഇല്ല. അദ്ദേഹത്തെ ദൈവം ഡുംഗർപൂരിലേക്ക് അയച്ചു. എത്ര വർഷം അദ്ദേഹം അവിടെ താമസിച്ചു? എത്ര വർഷമാണ് മിഷൻ വയലിൽ താമസിക്കേണ്ടത്? നീണ്ട 57 വർഷങ്ങൾ അദ്ദേഹം ഡുംഗർപൂരിൽ താമസിക്കും. ഡുംഗർപൂരിൽ 57 വർഷങ്ങൾ താമസിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹം വളരെ പേരുകേട്ട പ്രസംഗകനല്ല, ഒരു വലിയ ഓർഗനൈസർ എന്ന രീതിയിലൊന്നും അദ്ദേഹത്തെ ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്തിരുന്നത് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അവിടെയുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കുവാൻ ശ്രമിച്ചു. അവിടെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ വചനം പങ്കുവയ്ക്കുവാൻ താൻ സന്നദ്ധനായി. അവിടെ അനേക വർഷങ്ങൾ താമസിച്ചു. തൻ്റെ മകൻ സന്തോഷ് പാസ്റ്റർ പറഞ്ഞത് 2011 ആണത്രേ അവർക്ക് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചത്. 150 ആളുകളൊക്കെ ഒരുമിച്ച് കർത്താവിങ്കിലേക്ക് കൽപ്പനയനുസരിച്ച് മുൻപോട്ട് കടന്നു വരുവാനിടയായി. അനേക വർഷങ്ങൾ പ്രതിസന്ധികളിലൂടെയും പട്ടിണിയിലൂടെയും ഒക്കെ കടന്നുപോയി. അവർക്ക് ഫീസ് കൊടുക്കുവാൻ പോലും പണമില്ലാത്ത സ്ഥിതി. എന്നാൽ അദ്ദേഹം ദൈവം നൽകിയ വിളിയെ അവഗണിച്ചില്ല. ദൈവം തനിക്ക് ഫലം നൽകി. ഇന്ന് ഡുംഗർപൂരിൽ ആയിരക്കണക്കിന് ക്രിസ്തു വിശ്വാസികളുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത 57 വർഷങ്ങൾ താൻ മിഷൻ വയലിൽ സ്ഥിരതയോടെ ആയിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ വയലുകളിൽ കർത്താവിൻ്റെ വേലയിൽ ഫലമുണ്ടാകണമെങ്കിൽ നമ്മുടെ സൗകര്യം നോക്കി, നമ്മുടെ ആംബിഷൻസ് അത് ദൈവം നൽകിയ അവസരങ്ങളാണ് എന്ന് ചിന്തിച്ച് വ്യാഖ്യാനിച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ വളരും, സഭ വളരില്ല, സഭ പടരില്ല. എൻ്റെ യാത്രയിൽ യൗവനക്കാരെ കണ്ടു. ഏറ്റവും നല്ല ബൈബിൾ സെമിനാരിയിൽ പഠിച്ചിറങ്ങിയ യൗവനക്കാർ. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പുഞ്ചിരിയോടെ അവർ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. എവിടെ പഠിപ്പിക്കുന്നു? ഞങ്ങൾ സ്കൂളിൽ ജിയോഗ്രഫി പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ ഹിസ്റ്ററി പഠിപ്പിക്കുകയാണ്. വളരെ ദുഃഖം തോന്നി. ബൈബിൾ സ്കൂളിൽ 3, 4, 5 വർഷങ്ങൾ സെമിനാരികളിൽ പഠിച്ചിറങ്ങുന്നവർ അവർ സ്കൂളുകളിൽ ജിയോഗ്രഫിയും ഹിസ്റ്ററിയും മുഗൾ സാമ്രാജ്യത്തെപ്പറ്റിയും ബക്സർ യുദ്ധത്തെപ്പറ്റിയും ഒക്കെ അവർ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ, അത് പഠിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, ഭാരത സുവിശേഷീകരണം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി. നമുക്ക് ദൈവകൃപയാൽ നല്ല നല്ല വേദപഠനശാലകളുണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്നവർ എവിടേക്കാണ് പോകുന്നത്? അനേകരും സെമിനാരികളിൽ നിന്നും സെമിനാരികളിലേക്ക് പോകുന്നു. അനേകർ സ്കൂളുകളിലേക്ക് നീങ്ങുന്നു. അനേകർ വിദേശത്തേക്ക് നീങ്ങുന്നു. എല്ലാവരും പറയുന്നു, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആരാണ് ഭാരതത്തിൽ ആര് സുവിശേഷം പങ്കുവയ്ക്കും? ഭാരതത്തിൽ ഇന്നും യേശുവിനെ പറ്റി കൃത്യമായി വ്യക്തമായി അറിഞ്ഞിട്ടില്ലാത്ത 3 ലക്ഷം ഗ്രാമങ്ങളിൽ ആര് സുവിശേഷം എത്തിക്കും? 6 മാസമോ 1 വർഷമോ ചില വർഷങ്ങളോ സുവിശേഷ വേല ചെയ്ത് എവിടേക്കെങ്കിലും നീങ്ങുന്നതിനെപ്പറ്റി അല്ല നമ്മൾ പറയുന്നത്. സ്ഥിരതയോടെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വലിയ കഴിവുകളില്ലായിരിക്കും, നമ്മൾ പ്രസിദ്ധരല്ലായിരിക്കും. ആകണ്ട പ്രിയമുള്ളവരെ, പ്രസിദ്ധരാകണ്ട. യേശുവിൻ്റെ ശിഷ്യന്മാർ, അവർ സത്യത്തിൽ പൗലോസ് ഉൾപ്പെടെയുള്ളവർ പ്രസിദ്ധരാകുകയല്ലായിരുന്നു, കുപ്രസിദ്ധരാകുകയായിരുന്നു. അങ്ങനെയുള്ളവരെയല്ലേ തല്ലിക്കൊല്ലുന്നത്, വെട്ടിക്കൊല്ലുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഡുംഗർപൂർ പോലെ
സമസ്തിപ്പൂര് പോലെ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ആര് സുവിശേഷത്തിനായി സ്ഥിരതയോടെ നിൽക്കും? വളരെ അത്യാവശ്യമാണ്. നമുക്ക് പല കാര്യങ്ങളും പല കാരണങ്ങളും പറയുവാനുണ്ടായിരിക്കും. എന്നാൽ സുവിശേഷം എത്തണമെങ്കിൽ അതിന് സ്ഥിരതയോടെ നിൽക്കുന്നവർ അത്യാവശ്യമാണ്. അതിന് ദൈവവചന ഗ്രാഹ്യമുള്ളവർ അത്യാവശ്യമാണ്. അതിന് ലീഡർഷിപ്പ് ക്വാളിറ്റി, നേതൃത്വ ഗുണങ്ങളുള്ളവർ ആവശ്യമാണ്. അതിന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ കഴിവുള്ളവർ ആവശ്യമാണ്. അതിന് ജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിവുള്ളവർ ആവശ്യമാണ്. അതിന് വ്യക്തിപ്രഭാവം ഉള്ളവർ ആവശ്യമാണ്. കർത്താവിന് ആരെയും ഉപയോഗിക്കാം. എന്നാൽ അത് പറഞ്ഞ് നമുക്കൊഴിവാകുവാൻ പറ്റുമോ? നമുക്ക് തീരുമാനിക്കാം. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം അത് ഇട്ടിട്ട് പോകുമോ? ഒരു പ്രൊഫസർ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പറയുമോ ഞാനിനി പോവുകയാണെന്ന്? 30 വർഷങ്ങൾ, 32 വർഷങ്ങൾ, 35 വർഷങ്ങൾ അദ്ദേഹം ആ പണി ചെയ്യുകയാണ്. എന്താണ് നമ്മൾ സുവിശേഷ വേലക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്യുവാൻ കഴിയാത്തത്? എന്തൊക്കെയോ കാരണങ്ങൾ, എത്രയോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരും അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ വിട്ടുപോവുകയാണ്. ദുഃഖകരമായ കാര്യമെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യം സുവിശേഷം അറിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഇന്നും മധ്യഭാരതം, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ മുതലായ ഭാഗങ്ങൾ ഏതാണ്ട് 70% സ്ഥലങ്ങളിലും സുവിശേഷം കൃത്യമായി വ്യക്തമായി എത്തിയിട്ടില്ല. അവിടെ സുവിശേഷം എത്തുന്നത് എങ്ങനെയാണ്? അത് വളരെ പ്രയാസമുള്ള സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ അതല്ല. ബഹുമാനപ്പെട്ട കെ.ഒ. വർഗീസ് പാസ്റ്റർ ദുംഗർപൂരിലെത്തുമ്പോൾ സുവിശേഷം എത്തുവാൻ ഏറ്റവും വിഷമമുള്ള, പ്രയാസമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. താൻ ചെയ്ത കാര്യം, തന്നെ അയച്ച ഇടത്ത് താൻ സ്ഥിരതയോടെ നിന്നു. താൻ അവിടെ നിന്നും ചിലയിടത്തേക്ക് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവിടെ പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ താൻ ഒരു മുഖാന്തരമായി. നമുക്ക് അതിൻ്റെ അത്യാവശ്യമുണ്ട്. ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം, സുവിശേഷ വേലയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ യൗവനക്കാർ തയ്യാറാകുന്നില്ല. ദൈവദാസന്മാരുടെ തലമുറകൾ തയ്യാറാകുന്നില്ല. വിദ്യാഭ്യാസമുള്ളവർ തയ്യാറാകുന്നില്ല. വേദ പഠനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമുള്ളവർ തയ്യാറാകുന്നില്ല. നമ്മൾ തെറ്റായ ഉപദേശങ്ങളെപ്പറ്റി ഒക്കെ പലപ്പോഴും വ്യാകുലപ്പെടാറുണ്ട്. ശരിയായ ഉപദേശം പഠിപ്പിക്കുവാൻ ആളുകളില്ലാത്തതുകൊണ്ടല്ലേ തെറ്റായ ഉപദേശം പറയുന്നത്? സുവിശേഷകരില്ലാത്തതുകൊണ്ടല്ലേ സുവിശേഷം എത്താത്തത്? നമ്മളെ ആരും അറിയണം. നമ്മുടെ പല അംബീഷൻസും, അതിനെ നമുക്ക് കൊന്നുകളയാം. നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നിൽക്കാം. കെ.ഒ. വർഗീസ് പാസ്റ്ററിനെ പോലെ സ്ഥിരതയോടെ, പി.ജി. വർഗീസ് അങ്കിളിനെ പോലെ സ്ഥിരതയോടെ, ഡോക്ടർ തോമസ് മാത്യുവിനെ പോലെ സ്ഥിരതയോടെ നിൽക്കാം. സ്ഥിരത വളരെ അത്യാവശ്യമാണ്. സമയം നമ്മളെ ആരെയും കാത്തു നിൽക്കില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയങ്ങൾ അത് ഒരുപക്ഷെ ആരും അറിയാത്തവരുടെ ഇടയിലായിരിക്കും. നമുക്കവിടെ നിൽക്കാം. അങ്ങനെ നിൽക്കാത്തത് കൊണ്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട്, അതൊരു ട്രെൻഡായി മാറുകയാണ്. വരുന്നവർ ചിന്തിക്കുകയാണ്, ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ? അവർ കാണുന്നത് എല്ലാവരും പോവുകയാണ്, വരുന്നു, പോകുന്നു. 6 മാസം, 1 വർഷം, 2 വർഷം അവർ പോകുന്നു. അപ്പോൾ അതൊരു ട്രെൻഡായി മാറുകയാണ്. എല്ലാവരും ചില വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, യൗവനക്കാർ പോവുകയാണ്. എന്താണ് കാരണം? അതൊരു ട്രെൻഡാണ്. ചില പ്രത്യേക കോഴ്സുകൾ പഠിക്കുവാൻ ആളുകൾ കൂട്ടത്തോടെ പോവുകയാണ്. എന്താണ് കാരണം? അതൊരു ട്രെൻഡാണ്. ഇന്ന് മിഷൻ വേലയിൽ ആളുകളില്ല. ആളുകൾ വന്നാൽ തന്നെ അവർ സ്ഥിരമായി നിൽക്കുന്നില്ല. എന്താണ് കാരണം? ആരെയും അവരങ്ങനെ കാണുന്നില്ല. ആ സ്ഥിതി മാറ്റേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം
നമുക്കുണ്ടാകട്ടെ. നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിന് നമ്മളെ നടത്തുവാൻ കഴിയും. ദുംഗർപൂറിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാതെ, സ്കൂളിൽ വിടുവാൻ കഴിയാതെ, ഭക്ഷണം കൊടുക്കുവാൻ കഴിയാതെ തുടങ്ങിയ ആ മനുഷ്യൻ്റെ, ആ ദൈവദാസൻ്റെ സ്കൂളിൽ 40 രൂപ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ പണമില്ലാതെ ഇരുന്ന ആ ദൈവദാസൻ്റെ സ്കൂള് 40 രൂപയുമായി, അതും ആരോ കൊടുത്തതാണ്. ഒരു സ്കൂൾ തുടങ്ങി ഒരു ഒഴിഞ്ഞു കിടന്ന മുറിയിൽ. ഇന്ന് ആ സ്കൂളിൽ 2000 കുട്ടികളാണ് പഠിക്കുന്നത്. ദൈവത്തിന് ചെയ്യുവാൻ കഴിയും, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. Let us not follow our ambitions. Let us follow the pattern of Jesus. യേശു മരിക്കുന്നിടം വരെ മിഷൻ ഫീൽഡിലായിരുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ മരിക്കുന്നിടം വരെ മിഷൻ ഫീൽഡിലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെ മിഷൻ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. മിഷൻ യാത്രകളാണ് താൻ നടത്തിയത്, ഫണ്ട് റേസിംഗ് യാത്രകളല്ല. താൻ നടത്തിയ യാത്രകൾ പബ്ലിസിറ്റി യാത്രകളല്ല. താൻ നടത്തിയ യാത്രകൾ പോപ്പുലാരിറ്റി യാത്രകളല്ല. അനേക വർഷങ്ങൾ താൻ മിഷൻ യാത്ര, സുവിശേഷവുമായി താൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. മിഷൻ വയലിൽ താൻ ഉണ്ടായിരുന്നു ജീവിത അവസാനം വരെ. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ പാറ്റേൺ ഫോളോ ചെയ്യാം.